ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനിവിടെ ഒരു പുഴുവിനും എല്ലാം അടിക്കാനും കായ് പോലും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മരുന്നടിക്കാനാണ് പോകുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഇതെന്തെല്ലാമെന്നറിയോ ഇതിൽ ചേർക്കുന്നത്? ഇത് ഉലുവ പൊതിർത്ത വെള്ളം. ഇത് കണ്ട ഇത്ര പോരാ, ഉലുവ പൊതിർത്ത വെള്ളം ഞാൻ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ട കഴുകിയ വെള്ളം, ഉലുവ കഴുകിയിട്ടുള്ള വെള്ളം. ഇത് കണ്ട നല്ല അടിപൊളി വെള്ളം. ഇത് കണ്ടില്ലേ? പിന്നെ ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇതെന്നാ വെച്ചാൽ ഇതാണ് ഫിഷ് അമിനോ ആസിഡ് ആയത്. ഇത് ഫിഷ് അമിനോ ആസിഡ് ഇതെന്ന് വെച്ചാൽ പൂവും കായും നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെന്ന് വെച്ചാൽ ഇത് പമ്പ്, നമുക്കിത് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പമ്പായത്. ഞാനിപ്പോൾ ഇതിൽ എന്തെല്ലാം ചേർക്കുന്നത് വെച്ചാൽ ഇത് വേപ്പെണ്ണ വേണ്ട, ഈ വേപ്പെണ്ണ ഇതിൽ ചേർക്കണം. ഈ ഉലുവ, പിന്നെ ഇതിൽ ലേശം കാന്താരി, വെളുത്തുള്ളി ഉണ്ട്. ഇതാണ്ട ഇത് ഞാൻ കൊണ്ടിട്ട് അരച്ചിട്ട് കൊണ്ടിട്ട് വേണ്ട കാന്താരി വെളുത്തുള്ളി ചേർത്തുണ്ട്. അത് ഞാൻ അരച്ചിട്ട് കൊണ്ടുവരാം, എന്നിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ അരച്ച് കൊണ്ടും മുളകും പച്ചമുളകും ഇഞ്ചി കാന്താരി ഇഞ്ചി കൂടി അരച്ചതായത്. ഇത് ഞാൻ ഇതിലിപ്പോൾ കുറച്ച് വെള്ളം തൊട്ടിട്ട് ഇതരിക്കട്ടെ. കണ്ട ഇതല്ലേ, ഇത് ഇഞ്ചി അരച്ച് വേണം ഞാൻ. അത് നമുക്ക് കുറച്ചും കൂടി വെള്ളം തൊട്ടിട്ട് അരിക്കാമല്ലോ. കണ്ട ഇതേപോലെ അരച്ചു. ഇനിയിപ്പോൾ ഇത് അരിക്കണം. ഇത് കണ്ട ഇത് ഞാൻ ഇതിൻ്റെ അകത്ത് വെക്കട്ടെ, ഇതിൻ്റെ അകത്ത് വെക്കട്ടെ. ഇത് പൊടിയുണ്ട് അത്രയും കാണുന്നു. ഇപ്പം അരിക്കേണ്ടി തന്നെ വരും. പൊടിയായാലും ഉണ്ടല്ലോ, ഈ അത് അരിക്കാണ്ടെന്നല്ല ഉണ്ടല്ലോ, ഈ പൊടിയായി കഴിഞ്ഞാൽ ഇതായി പോവും. പിന്നെ ഇതിൻ്റെ അകത്ത് മൂല ഒരു 2 ലിറ്റർ വെള്ളത്തിനാണ് ഞാനിപ്പോൾ ആക്കുന്നത്. കണ്ടോ ഇതേപോലെ ഈ വെള്ളം ഇതിലൊഴിക്കട്ടെ. എന്നിട്ട് വേണം ഇതിൻ്റെ അകത്ത് അരിച്ചു വരാം. കണ്ടാ ഇത് ഇതിലേക്കൂടി കണ്ടാ. ഇതിപ്പോൾ ഞാൻ ഇതിനകത്ത് ഇത് ഞാൻ ഇതിലരിച്ച് വരട്ടെ. ഇത് 2 ലിറ്റർ വെള്ളത്തിനാണ് ഇപ്പോൾ ഉള്ളത്. ഇത് 1 ലിറ്റർ വെള്ളം. കണ്ടോ അത് ഉലുവേൻ്റെ വെള്ളവും ഇതും കൂടിയാണ് ഇതിൽ ഒഴിച്ചിട്ടുള്ളത്. ഇത് കാന്താരി പിന്നെ വെളുത്തുള്ളിയും കൂടി അരിച്ചിട്ടുള്ള വെള്ളം. കണ്ടോ അത് അരിച്ചു, അതും കണ്ട അത് കിട്ടി. കണ്ട ഇനിയിപ്പോൾ ഇത് എരിയോ കണ്ണിലേക്ക് തെറിക്കുമ്പോൾ നോക്കണം. ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഇതിനകത്ത് 2 ലിറ്റർ വെള്ളത്തിന് ഒരു 10 മില്ലി വേപ്പെണ്ണ വേണം. വേപ്പെണ്ണ മിശ്രിതം വേണം. കണ്ട ഇത് വേപ്പെണ്ണയാണ്. കേട്ടോ ഇത് 10 മില്ലി വേപ്പെണ്ണ മിശ്രിതം. കണ്ട ഇതാണ് 10 മില്ലി വേപ്പെണ്ണ മിശ്രിതം. ഇത് കണ്ട ഇതിപ്പം 10 മില്ലി ഒഴിച്ചു. ഇനിയിപ്പം ഇതും കൂടി ഒഴിക്കണം. ഇതും കണ്ടില്ലേ, ഇത് ഒരു 10 മില്ലി ഇത് ഒഴിക്കണം. ഇത് പിന്നെ ഇതാണ് ഫിഷ് അമിനോ ആസിഡാണ്. ഇതെല്ലാം അരിച്ച് കുപ്പിയിലാക്കി വെച്ചതാണ്. ഇതാ 1, ഇത് 5 മില്ലിയാണ്. അല്ല ഇത് അതെ 2, ഇത് 10 മില്ലി വെച്ച 2ഉം കൂടി. ഇത് കുറച്ച് കൂടുതലായിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല. 10 മില്ലി ഇതും ഉണ്ട് ഉണ്ടല്ലേ. ഇത് 2ഉം കൂടി ഇട്ട് ഇനിയിപ്പം നമുക്ക് ഇതെല്ലാം കൂടി ഇളക്കിയിട്ട് ഇതിലൊഴിക്കാലോ. കണ്ടാ ഇതാണ് ആ വെള്ളം. കണ്ടാ ഇതിപ്പം നമുക്ക് ഇതിനകത്ത് ഒഴിക്കാലോ. ഇത് ഇതിലൊഴിച്ചിട്ട് കണ്ടില്ലേ ഇതേപോലെ ഒഴിക്കുക. ഇത് അടിക്കാമല്ലോ. ഏതായാലും ഇത് ഒഴിച്ചിട്ട് അടിക്കാം. വേണ്ട ഞാനിപ്പോൾ ഇങ്ങനെ അടിച്ചിട്ട് കാണിച്ചു തരാമല്ലോ നിങ്ങൾക്ക്. കണ്ട ഇതിൻ്റെ അകയോ പുറമോ നല്ല വൃത്തിയിലടിച്ചു കൊടുക്കണം. കണ്ട ഇതേപോലെ വൃത്തിയിലടിച്ചു കൊടുത്തിട്ടില്ലേ കണ്ടല്ലോ, നല്ല അടിയിൽ ഒഴിഞ്ഞു പോയാലുണ്ട്. ഇത് കുത്തിയിട്ട് കായ് ഉണ്ടാവില്ല. ഇത് കായ് ഉണ്ടാവണം, കായും പൂവെല്ലാം ഉണ്ടാവണം. മഞ്ഞപ്പൂ എല്ലാം വരുന്ന ഇതിൽ പിന്നെ അയച്ചിലുണ്ട്. കായ് നല്ലപോലെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് ഇങ്ങനെയാകുമ്പോൾ ഇതെല്ലാം നശിച്ചു പോവും, പുഴു തിന്നിട്ട് നശിച്ചു പോവും. അതാണ് ഞാനിപ്പോൾ ഇത് അടിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ട അതാ പുഴുവിൻ്റെ മുട്ട കണ്ട കൂടിയിട്ട് കണ്ട. ഇതിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ. കണ്ട ഇതാണ് പുഴു വന്നിട്ട് കൂടി. ഇത് കണ്ട ഇതേപോലെ പുഴു ഉണ്ടാവും. കണ്ട ഇത് കണ്ടില്ലേ, ഇത് നമുക്ക് പറിച്ച് കളഞ്ഞ് നോക്കാനല്ല. ഇതാണ് പുഴു. കണ്ടില്ലേ പുഴു കണ്ട ഇങ്ങനെയാണ് പുഴു വിരിഞ്ഞ് വരുന്നത്. കണ്ടില്ലേ ഇതാണ് പുഴു. ഈ വെള്ളം ഇതിനകത്ത് വരുന്നതാണ് പുഴു. അത് ഞാനിപ്പോൾ അതിന് പറിച്ചതാണ്. ഇപ്പോൾ കണ്ടുകൊണ്ടാണ്, ഇപ്പോൾ ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിപ്പം പെട്ടെന്ന് അടിക്കാൻ കാരണം. ഇപ്പം ഇങ്ങനെ ആയതുകൊണ്ട്. ഇപ്പം പോകുമെന്ന് പറയാനില്ല, നല്ലോണം ആയിപ്പോയി പോകും. മഴയല്ലേ, മഴ പെയ്യാണ്ട് ഇന്ന് മഴ പെയ്യാണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ഭാഗ്യം ഉണ്ടാവും. അല്ലെങ്കിൽ എല്ലാം പോക്കാം. ഇതേപോലെ
കൊടുക്കും. എല്ലാத்தைയും ഉണ്ട് പുഴു കേട്ടോ. ഇതെല്ലാം ഉണ്ട് ഇലയിൽ വന്നിട്ട്. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഇതിനെല്ലാം ഉണ്ട് പുഴു വന്നിട്ട് കണ്ട. ഇത് കണ്ടില്ലേ, ഇതേപോലെ നല്ല വൃത്തി. ഇതാ കായ് ഉണ്ടാകുന്നുണ്ട്, ഒരുപോലെ കായ് വിരിഞ്ഞൊടുങ്ങി. പക്ഷേങ്കിൽ ഇത് പുഴു വന്നിട്ട് ശല്യം ചെയ്യുന്നു. അതിപ്പോൾ ഒരു വലിയ വിഷമം തന്നെയാണ്. അതാണ് ഇതാ ഇതെവിടെയുണ്ട് ഒരു പുഴു തന്നെയാണ്. ഇത് കണ്ട കണ്ട അച്ചിൽ കണ്ട, അച്ചിൽ കണ്ട. ഇതെങ്ങനെയാണ് തിന്നുന്നത് കണ്ട, അച്ചിൽ കണ്ട. ഇതാണ് അച്ചിൽ, അച്ചിൽ തിന്നുന്നത്. ഇത് കണ്ണിലായിപ്പോയെങ്കിൽ തീർച്ചയായിട്ടും കണ്ണ് പോകുകയെ. ആരും ശ്രദ്ധിച്ചിട്ടേ കണ്ണിലാക്കാൻ പാടുള്ളൂ. കണ്ണിലൊന്നും ആക്കരുത്. കണ്ണിലാക്കാതെയുണ്ട് മേലോട്ട് നോക്കണം, കണ്ണിൽ ആക്കാതെയുണ്ട് അടിക്കണം. കാന്താരി കൂട്ടുന്നുണ്ടാകും. ഇതെല്ലാം കായ് വിരിയുന്നുണ്ട്. ഏതായിരുന്നാലും പണിയെടുത്തതിന് അനുഭവം ഉണ്ടായി തുടങ്ങി. അതന്നെ ഒരു സന്തോഷമാണ്. ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഈ ചാണകം കലക്കി കൊടുക്കണം. ഉണ്ടാ 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 കണ്ട. അച്ചിൽ വേണ്ട, അച്ചിൽ വേണ്ട. ഉണ്ടാ ഇതാ അച്ചിൽ ചീൻ്റെ മേലെ കയറി നിന്ന് തിന്നിട്ടാണ് ഉള്ളത്. അതാണ് ഇങ്ങനെ നശിപ്പിച്ചത്. ഇവിടെ ഉറുമ്പാണ്. ഇതിപ്പോൾ കാട് കയറിയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാവുള്ളൂ. ഇതിപ്പം കാട് പറിച്ച കാരണം ആറ്റുണ്ടെങ്കിലല്ലേ കാട് പറിക്കാൻ കഴിയില്ല. അതാണിപ്പം കഴിക്കുന്നത്. കണ്ടോ, ഇതേപോലെ ഈ പൊടി അടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. കണ്ടോ, ഇതെല്ലാം കളഞ്ഞു. അച്ചിലും പുശുവും എല്ലാം കൂടി ആയിട്ട് നാശനഷ്ടമാക്കിയിട്ടുള്ളത്. കണ്ട, അച്ചിൽ ഒരുപാടുണ്ട് ഇതിൻ്റെ മേലെ കേട്ടാ. ഞാനത് കണ്ടിട്ടുമില്ല. അച്ചിൽ ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇതിനകത്ത് ഇതേ ഉള്ളൂന്ന് വെച്ചാൽ അതാണ് ഇങ്ങനെ നശിപ്പിച്ച് വിട്ടത് കേട്ടാ. അച്ചിനെ ഞാനിപ്പം നശിപ്പിക്കാനൊരു പണിയുണ്ട്. നമ്മളടുത്ത് ആ പരിപാടി ഇല്ല. ഉമി കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. കണ്ടാ, ഇതേപോലെ ഇത് കണ്ടില്ലേ, ഇതുപോലെ അടിച്ചു കൊടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് അടിച്ചു കൊടുത്താൽ നമുക്ക് നല്ലോണം കായ് കക്കിരിക്ക പറിക്കാൻ കഴിയും. കുക്കുമ്പർ പറിക്കാൻ കഴിയും. എന്നാലേ നമുക്ക് എല്ലാം പണിയെടുത്തിട്ട് നമ്മളതിൻ്റെ വകതൂരത്തിന് എടുക്കും. ഇന്ന് അതിന് മഴ പെയ്യാണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അതിൻ്റെ ഈ മരുന്നടി വെറുതെ ആയിപ്പോയി. കണ്ടാ കണ്ടാ, ഇതെല്ലാം ചേനയെല്ലാം തിന്ന് തീർന്നു. ചേന എല്ലാത്തിനും കഷ്ടമാണ്. ഇനിയിപ്പോൾ ഒന്നും കൂടി പഠിക്കട്ടെ. ചോളത്തിന് അടിച്ചു കൊടുക്കട്ടെ. കണ്ടാ, ചോളത്തിന് അടിച്ചു കൊടുക്കട്ടെ. എന്നിട്ട് വെണ്ടക്കും പയറിനും അടിച്ചു കൊടുക്കുക. കണ്ടാ, ആ വെണ്ടക്കും ആ പയറിനും ഈ മുളകിനും എല്ലാം വന്ന് ഇതായി. ഉയ്യണ്ടപ്പ എന്താ ഈ വെണ്ടക്കും പയറിനും കൂടി അടിച്ചു കൊടുക്കാൻ വെച്ചിട്ടാണ്. ഇപ്പം അത്രേ കയ്യിലു. എന്താ ഈ വെണ്ടക്കും ഇനിയിപ്പോൾ പയറിനാണ് അടിക്കേണ്ടത്. കണ്ട, ഇതേപോലെ ഈ വെണ്ടക്കും അടിച്ച് അതിനും അടിക്കാം. അതിന് തേച്ചും ഈ പയർ തേച്ചും ഇതായിപ്പോയി. ഇത് അടിച്ചു കൊടുത്താൽ മാത്രമേ ഇനിയിപ്പം എണീറ്റ് പോകുമെന്ന് പറയേണ്ടെങ്കിൽ നന്ന മോശമായിപ്പോയി. എന്താ ഇത് കണ്ട, ഇതേപോലെ ഈ പയറിനും കൂടി ഇങ്ങ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പയർ അതിൻ്റെ പാട്ടിന് കയറിക്കോളൂ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് ഇതേപോലെ തന്നെ നിൽക്കും. ഒരിക്കലും കൂടി